Hi everyone, welcome back to yet another video of Unico English Club, and this is Jas with you. In today's video, we're gonna have a look at some of the useful phrasal verbs with one of the most common words in English language, that is get. English language ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വാക്കുകളിൽ ഒന്നാണ് get. But get എന്നുള്ള വാക്ക് എല്ലായ്പ്പോഴും ഒറ്റയ്ക്കല്ല യൂസ് ചെയ്യാറുള്ളത്. പലപ്പോഴും അതിൻ്റെ കൂടെ ഏതെങ്കിലും പ്രിപ്പോസിഷൻസ് ആയിട്ടുള്ള ടു, ഓൺ, ഓഫ്, ഡൗൺ ഇങ്ങനെയുള്ള പല പ്രിപ്പോസിഷൻസ് കൂടെ ഉപയോഗിച്ചിട്ടുള്ള ഫ്രേസൽ വെർബ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് കാണാറുള്ളത്. ഈ ഒരു യൂസേജിൽ നമുക്ക് പലപ്പോഴും ഗെറ്റിന്റെ മീനിങ് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. സോ ദിസ് വീഡിയോ വിൽ ബി എ സൊല്യൂഷൻ ഫോർ ദാറ്റ്. ലെറ്റ്സ് ഗെറ്റ് സ്ട്രേറ്റ് ഇൻ ടു ദ സെഷൻ. സോ ദ ഫസ്റ്റ് വൺ, ഗെറ്റ് അപ്പ്. ഗെറ്റ് അപ്പ് എന്നുള്ളത് ഒരു കോമൺ ആയി യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസൽ വെർബാണ്. മേ ബി നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതായിരിക്കും. But don't confuse it with wake up. Get up means just get out of the bed. നമ്മൾ രാവിലെ ഉണർന്നതിന് ശേഷം ബെഡിൽ നിന്ന് എഴുന്നേൽക്കുക എന്നുള്ളത് പറയുന്നതിനാണ് get up യൂസ് ചെയ്യുന്നത്. But wake up means just wake up from sleep. നമ്മൾ ഉറക്കത്തിൽ ഉണരുന്നതിനാണ് wake up എന്ന് യൂസ് ചെയ്യുന്നത്. Okay, next one is get on and get off. Before that, if you're watching this channel for the first time, please do subscribe for more videos like this. Second one, get on and get off. Get on and get off, it is related to transport. വാഹനങ്ങളുമായി കണക്റ്റഡ് ആണ് get on and get off. ബസ്, ട്രെയിൻ, പ്ലെയിൻ, ബൈക്ക് ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ട്, മീഡിയം ഓഫ് ട്രാൻസ്പോർട്ടിലേക്ക് വരുമ്പോൾ അതിൽ കയറുന്നതിന് get on, അതിൽ നിന്ന് ഇറങ്ങുന്നതിനും get off ആണ് യൂസ് ചെയ്യുന്നത്. So for that we can use these get on and get off phrasal verbs. Get on has another meaning. Where usage would get on ഉണ്ട്. To have a good relationship. നല്ല റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു മീനിങ്ങിൽ നമ്മൾ get on യൂസ് ചെയ്യുന്നുണ്ട്. For example, I don't get on with my crazy cousins. So ഈ ഒരു മീനിങ്ങിലും get on യൂസ് ചെയ്യുന്നുണ്ട്. Really phrasal verbsന് ഒരു മീനിങ് മാത്രമല്ല, മേ ബി up to 5 meanings they have. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒന്നോ രണ്ടോ മീനിങ്സ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. മേ ബി വിൽ ഹാവ് എ സെക്കൻഡ് പാർട്ട് ഓഫ് ദിസ്. നെക്സ്റ്റ് വൺ, ഗെറ്റ് ഇൻ ആൻഡ് ഗെറ്റ് ഔട്ട് ഓഫ്. ഇതും ട്രാൻസ്പോർട്ടുമായി റിലേറ്റഡ് ആണ്, ബട്ട് സ്പെസിഫിക്കലി കാർ, ടാക്സി ആൻഡ് വാൻ ഇങ്ങനെയുള്ള മീഡിയം ഓഫ് ട്രാൻസ്പോർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്നത് ഗെറ്റ് ഇൻ ആൻഡ് ഗെറ്റ് ഔട്ട് ഓഫ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഗെറ്റ് ഓവർ. Get over means to recover from an unpleasant experience or an illness. നമ്മൾ ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ നിന്നോ അല്ലെങ്കിൽ ഒരു അസുഖത്തിൽ നിന്നോ റിക്കവർ ചെയ്യുന്നതിന് പറയുന്ന ഫ്രേസൽ വെർബാണ് ഗെറ്റ് ഓവർ. ഫോർ എക്സാമ്പിൾ, ഗെറ്റ് ഓവർ ഫ്രം ബ്രേക്കപ്പ് or get over from a disease can be said like that. And the last one on today's video is get away. Get away means to escape or to have a holiday. For example, I'm hoping to get away for a few days after this busy week. So ഒരു ഹോളിഡേ, ജസ്റ്റ് ഒരു വീക്ക് ഓഫ് ഒക്കെ എടുക്കുന്നതിന്, നമ്മളൊന്ന് വിട്ടു നിൽക്കുന്നതിന് പറയുന്നതാണ് get away എന്നുള്ളത്. So that's it guys. I hope these phrasal verbs are useful for you. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ phrasal verbs, get ഉപയോഗിച്ചിട്ടുള്ള phrasal verbs ഒരുപാടുണ്ട്, but we discussed only a few in this video. Maybe we'll have a second part of this video later. Thanks a lot for watching this video. I'll be back with another lesson. Till then, you take care. Bye-bye.